ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇറച്ചിയും നെയ്യും എല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. ചില സ്ഥലത്ത് എല്ല് മാത്രമേ എടുക്കുള്ളൂ, ചില സ്ഥലത്ത് ഇറച്ചി മാത്രം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ നുറുക്കി മാറ്റി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കൊരു സ്പൂൺ മാറ്റി വെക്കാം. ബാക്കി 1/4 ഭാഗം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള. ഓക്കെ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1-1.5 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർക്കാം. ആദ്യം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി. ഓക്കെ, പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർക്കാം. ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഒരു സ്പൂണ് സാധാ മുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പെരിഞ്ചീരകം കൂടെ ചേർക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 7-8 വിസിലടുപ്പിക്കുക. നമുക്ക് ആദ്യം കപ്പ ഒന്ന് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ, അത്യാവശ്യം വലുപ്പമുള്ളൊരു പാനിൽ ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കപ്പ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നമുക്കൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫും കപ്പയും കൂടെ കൊള്ളുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വേറെ കുറച്ച് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സവോള ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ബീഫിലിട്ടതിൻ്റെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അത് അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല ചേർക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ്, പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഗരം മസാല, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് 1.5 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് ചൂടാക്കുക. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബീഫ് വെന്തത് നമുക്ക് അതിലേക്ക് ഇടുന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നമുക്കതിലേക്ക് ബീഫ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഇളക്കി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വെന്തതായിരിക്കണം. ഇപ്പോൾ കപ്പ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലപോലെ കുത്തി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. കുത്തി ഇളക്കി നല്ലപോലെ എല്ലായിടത്തും തേങ്ങയും മസാലയൊക്കെ ചേരുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതേ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.